വാർത്തകൾ വിശദമായി. തമിഴകത്ത് ശശികലയ്ക്ക് തിരിച്ചടി. 3 എംപിമാർ കൂടി പനീർശെൽവം ക്യാമ്പിലേക്ക് കൂറുമാറി. 5 എംപിമാർ പനീർശെൽവം ക്യാമ്പിലേക്ക് കൂറുമാറി. ഇതോടെ പനീർശെൽവത്തെ പിന്തുണയ്ക്കുന്ന എംപിമാരുടെ എണ്ണം 15ആയി. റിസോർട്ടിൽ നിന്ന് പുറത്തുവിടണമെന്ന് 20 MLA മാർ ശശികലയോട് ആവശ്യപ്പെട്ടതായാണ് സൂചന. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ മനു ശങ്കരൻ ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. മനു, ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ എന്തൊക്കെയാണ് തമിഴ് രാഷ്ട്രീയത്തിൽ? സോമി, ഇക്കഴിഞ്ഞ മണിക്കൂറുകളിലെ എല്ലാ നീക്കങ്ങളും പനീർസെൽവത്തിന് അനുകൂലമാവുകയാണ്. ഇന്നിപ്പോൾ ഇതുവരെ 2 മണിയാകുമ്പോൾ 5 എംപിമാർ പനീർസെൽവത്തിന് പരസ്യ പിന്തുണയുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. വിലുപുരത്ത് നിന്നുള്ള MP രാജേന്ദ്രൻ, അതോടൊപ്പം രാജ്യസഭാ അംഗം ലക്ഷ്മണ എന്നിവർ പനീർസെൽവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് അല്പസമയം മുമ്പ് രംഗത്തെത്തി. ഇതുകൂടാതെ ഇന്ന് രാവിലെ തൂത്തുക്കുടിയിൽ നിന്നുള്ള MP ജയ്സിംഗ് ത്യാഗരാജ്, വേലൂർ MP സെങ്കുട്ടവൻ എന്നിവർ പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി പാണ്ഡ്യരാജൻ, വക്താവ് പൊന്നയ്യൻ എന്നിവർ പനീർസെൽവത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. ഇതോടുകൂടി 5 എംപിമാരുടെ പിന്തുണ പരസ്യമായി തന്നെ പനീർസെൽവത്തിന് എത്തിക്കഴിഞ്ഞു. പക്ഷേ ഭൂരിപക്ഷം തെളിയിക്കാൻ MLA മാരുടെ പിന്തുണ ആവശ്യമാണ്. ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന വിവരപ്രകാരം 7 MLA മാരുടെ പിന്തുണ പനീർസെൽവത്തിന് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. ഇതോടൊപ്പം 2 രാജ്യസഭാ അംഗങ്ങളുടെയും 7 ലോക്സഭാ അംഗങ്ങളുടെയും പിന്തുണ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 20 MLA മാരുടെ പിന്തുണ തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പനീർസെൽവത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച മുൻ പ്രൊസീഡിംഗ് ചെയർമാൻ C മധുസൂദനൻ വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോൾ ഈ റിസോർട്ടിലുള്ള 20 MLA മാർക്ക് പുറത്തേക്ക് പോയി പനീർസെൽവത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ താല്പര്യമുണ്ട് എന്നൊരു സൂചനയും ലഭിക്കുന്നുണ്ട്. ഇത്തരമുള്ള നീക്കങ്ങൾ നടക്കുമ്പോഴും ശശികല ഗവർണർ മുമ്പാകെ കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം കത്തയച്ച കാര്യത്തിൽ ഇതുവരെ ഗവർണർ ഒരു മറുപടി നൽകിയിട്ടില്ല. സമയം 2 മണിയാകുമ്പോഴും ഇതുവരെ കൂടിക്കാഴ്ചയ്ക്ക് ഗവർണർ സമയം അനുവദിച്ചിട്ടില്ല. 2 മണിക്കൂർ കൂടി ക്ഷമിക്കും എന്നാണ് ശശികല വ്യക്തമാക്കിയിട്ടുള്ളത്. 4 മണി വരെയും കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകിയില്ലെങ്കിൽ ജയലളിതയുടെ സമാധി മണ്ഡപത്തിൽ സത്യാഗ്രഹം ഇരിക്കുമെന്നാണ് ശശികല വ്യക്തമാക്കിയിട്ടുള്ളത്. പരസ്യമായി തന്നെ ഗവർണർക്കെതിരെ ഒരു പോരാട്ടത്തിലേക്ക് ശശികല കടക്കുന്നു എന്ന് വ്യക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ബാക്ക് ബെഞ്ചിലിരുന്നൊരു ഭരണം ശശികല നടത്തിയേക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. നിയമസഭാ കക്ഷി നേതാവായി അടുത്ത അനുയായികളിൽ ആരെയെങ്കിലും കൊണ്ടുവന്നേക്കുമെന്ന ചർച്ചകൾ പുരോഗമിച്ചിരുന്നു. പക്ഷേ ഇക്കാര്യത്തിലെല്ലാം ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കണമെങ്കിലും ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമേ സാധ്യമാവുകയുള്ളൂ. പക്ഷേ ഇതുവരെയും ഗവർണർ കൂടിക്കാഴ്ചയ്ക്ക് ഒരു അവസരം നൽകാത്ത സാഹചര്യമാണ്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം ഇതോടുകൂടി തുടരുകയാണ്. സോമി, മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. ജല അതോറിറ്റിയുടെ ഭൂമിയിൽ സ്ഥാപിച്ച ലോ അക്കാദമിയുടെ പ്രധാന കവാടം റവന്യൂ അധികൃതരുടെ നേതൃത്വത്തിൽ പൊളിച്ചുമാറ്റി. കവാടം പൊളിച്ചുമാറ്റാനായി അക്കാദമിക്ക് അനുവദിച്ച സമയം അവസാനിച്ചതിനെ തുടർന്നാണ് നടപടി. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് നൽകിയ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലും ബാങ്കും ഒഴിപ്പിക്കുന്നതിനായി നാളെ നോട്ടീസ് നൽകുമെന്ന് തഹസിൽദാർ അറിയിച്ചു. ജല അതോറിറ്റിയുടെ പുറമ്പോക്ക് ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന ലോ അക്കാദമിയുടെ പ്രധാന കവാടമാണ് റവന്യൂ അധികൃതരുടെ നേതൃത്വത്തിൽ പൊളിച്ചുമാറ്റിയത്. 24 മണിക്കൂറിനകം കവാടം പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് വെള്ളിയാഴ്ച വൈകിട്ട് കളക്ടർ മാനേജ്മെന്റിന് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ കവാടത്തിലെ ഗേറ്റ് ഇളക്കി മാറ്റുക മാത്രമാണ് മാനേജ്മെന്റ് ചെയ്തത്. അനുവദിച്ച സമയം അവസാനിച്ച സാഹചര്യത്തിലാണ് റവന്യൂ അധികൃതരുടെ നടപടി. കവാടത്തോട് ചേർന്നുള്ള സെക്യൂരിറ്റി ക്യാബിനും അക്കാദമിയുടെ പ്രധാന ബോർഡും എടുത്തുമാറ്റി. ഇതിന്റെ എല്ലാം ചിലവ് മാനേജ്മെന്റിൽ നിന്ന് ഈടാക്കും. പ്രധാന കവാടം മുതൽ 150 മീറ്ററിലേറെയുള്ള ജല അതോറിറ്റിയുടെ പുറമ്പോക്കാണ് അക്കാദമി കയ്യേറിയിരുന്നത്. അക്കാദമിക്ക് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി നൽകിയ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലും ബാങ്കും ഒഴിപ്പിക്കുന്നതിനായി നാളെ നോട്ടീസ് നൽകുമെന്ന് തഹസിൽദാർ KR മണികണ്ഠൻ പറഞ്ഞു. ബാങ്കിന്റെയും ഹോട്ടലിന്റെയും അതെല്ലാം ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ട് നാളെ നോട്ടീസ് കൊടുക്കുന്നുണ്ട്. നിയമപ്രകാരം 14 ദിവസത്തെ സമയം നൽകാം. അക്കാദമി പരിസരത്തുള്ള ക്വാർട്ടേഴ്സുകൾ ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ച് നിയമോപദേശം തേടിയ ശേഷം നടപടിയെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് 1 മാസത്തോളം അടഞ്ഞുകിടന്ന ലോ അക്കാദമിയിൽ നാളെ ക്ലാസുകൾ പുനരാരംഭിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോ അക്കാദമി കോമ്പൗണ്ടിലെ ഹോട്ടലും ബാങ്ക് ബ്രാഞ്ചും ഒഴിപ്പിക്കുമെന്ന് തഹസിൽദാർ. ഇതിനായി നാളെ നോട്ടീസ് നൽകുമെന്നും തഹസിൽദാർ പറഞ്ഞു. ബാങ്കിന്റെയും ഹോട്ടലിന്റെയും അതെല്ലാം ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ട് നാളെ നോട്ടീസ് കൊടുക്കുന്നുണ്ട്. നിയമപ്രകാരം 14 ദിവസത്തെ സമയം നൽകാം. അപ്രകാരം നാളെ തന്നെ നോട്ടീസ് കൊടുക്കുന്നു. കേരളത്തെ കൂടുതൽ വികസനോന്മുഖമാക്കാനും ഡിജിറ്റൽ സംസ്ഥാനമാക്കാനും പ്രവാസികളുടെയും അറബ് ലോകത്തിന്റെയും നിക്ഷേപം ക്ഷണിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബഹ്റിനിൽ നടന്ന ബഹ്റിൻ കേരള ബിസിനസ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹ്റൈൻ എക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡിന്റെ നേതൃത്വത്തിലാണ് ബഹ്റൈൻ കേരള ബിസിനസ് ഫോറം സംഘടിപ്പിച്ചത്.
ബഹ്റൈൻ വ്യവസായ മന്ത്രി സയ്യിദ് അൽ സയാനി, ബഹ്റൈൻ ചേംബർ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ചെയർമാൻ ഖാലിദ് അൽ മൊയ്യദ് എന്നിവരുടെ നേതൃത്വത്തിൽ ബഹ്റൈൻ സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥർ ബിസിനസ് ഫോറത്തിനെത്തി. കേരളത്തിൻ്റെ നിക്ഷേപാവസരങ്ങൾ അവതരിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തികച്ചും നിക്ഷേപ സൗഹൃദമായ സമീപനമാണ് കേരളത്തിനുള്ളതെന്ന് പറഞ്ഞു. കേരളത്തിൽ മുതൽ മുടക്കാൻ അദ്ദേഹം വ്യവസായികളെ ക്ഷണിച്ചു. Come to Kerala and invest with us. We have a lot of opportunities for investments in multiple fields. We welcome all investments that are beneficial to the economy and the environment alike. A renewed Kerala now beckons you, one which is on the cusp of a new era. A Kerala which is once again the land of opportunity and partner with us in a new voyage of mutual prosperity. മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ് ബിസിനസ് ഫോറത്തിൽ മോഡറേറ്ററായി. ബഹ്റൈനിലെ ഇന്ത്യക്കാരായ വ്യവസായികളും ഫോറത്തിൽ പങ്കെടുത്തു. ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസഡർ അലോക് കുമാർ സിൻഹ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നളിനി നെറ്റോ, വ്യവസായികളായ MA യൂസഫലി, ഡോക്ടർ രവി പിള്ള, വർഗീസ് കുര്യൻ, മാധ്യമപ്രവർത്തകൻ സോമൻ ബേബി, BCCI ഫസ്റ്റ് വൈസ് ചെയർമാൻ ഖാലിദ് അൽ സയാനി, BCCI ബോർഡ് മെമ്പർ ഖാലിദ് അൽ അമീൻ, ഡോക്ടർ ഷെരീഫ് എം സഹദുള്ള തുടങ്ങി നിരവധി പേർ ബിസിനസ് ഫോറത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബഹ്റൈൻ. പ്രവാസികളുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബഹ്റിനിൽ കേരളീയ സമാജമൊരുക്കിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രവാസികളുടെ എല്ലാ പ്രശ്നങ്ങളിലും കൈത്താങ്ങായി സർക്കാർ കൂടെയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രവാസികളുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണ്. പ്രവാസികൾക്ക് നിയമസഹായം, ജോലി നഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസം എന്നിങ്ങനെ നിരവധി പദ്ധതികൾ സർക്കാർ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. പ്രവാസികളുടെ മറ്റനേകം പ്രശ്നങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ നിങ്ങൾ ഉയർത്തിയിട്ടുള്ളതാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ ഓരോന്നായി സ്വീകരിക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നാട്ടിലേക്ക് വരുന്നവരെ നല്ല രീതിയിൽ പുനരുദ്ധരിപ്പിക്കാനുള്ള ശ്രദ്ധയുണ്ടാകണമെന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നളിനി നെറ്റോ, ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി മീര സിസോദിയ, മാധ്യമപ്രവർത്തകൻ സോമൻ ബേബി, സംഘാടക സമിതി കൺവീനർ CV നാരായണൻ, കേരളീയ സമാജം സെക്രട്ടറി വീരമണി, വിവിധ സംഘടനാ ഭാരവാഹികളായ KM മഹേഷ്, SV ജലീൽ, ബിജു മലയൽ, രാജു കല്ലുംപുറം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആയിരക്കണക്കിന് പേരാണ് മുഖ്യമന്ത്രിക്ക് സ്വീകരണം നൽകാനായി കേരളീയ സമാജത്തിലെത്തിയിരുന്നത്. ന്യൂസ് ബ്യൂറോ, ബഹ്റൈൻ. ബഹ്റിനിൽ ആവേശമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ ഓരോ പരിപാടികളിലും വൻ ജനക്കൂട്ടമാണ് എത്തുന്നത്. ഉജ്ജ്വലമായ സ്വീകരണമാണ് ബഹ്റിൻ ഭരണകൂടവും മുഖ്യമന്ത്രിക്ക് ഒരുക്കിയത്. കേരളത്തിന്റെ ജനകീയ നായകന് ഉജ്ജ്വലമായ വരവേൽപ്പാണ് ബഹ്റൈൻ നൽകുന്നത്. പങ്കെടുക്കുന്ന ഓരോ പരിപാടികളിലും വൻ ജനാവലി മുഖ്യമന്ത്രിയെ കാണാനും പ്രസംഗം കേൾക്കാനുമെത്തി. വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ നിമിഷം മുതൽ മോട്ടോർക്കേഡ് അകമ്പടിയോടെ ബഹ്റൈൻ ഭരണകൂടവും ആതിഥ്യം പ്രകടമാക്കി. ബഹ്റൈൻ പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയും കിരീടാവകാശി സൽമാൻ ബിൻ ഹമദ് ബിൻ ഈസ അൽ ഖലീഫയും മുഖ്യമന്ത്രി പിണറായി വിജയന് തങ്ങളുടെ കൊട്ടാരത്തിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ ഒരുക്കിയ പരിപാടികളിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ആവേശമായിരുന്നു. 10,000-കണക്കിന് പേരാണ് 2 ദിവസങ്ങളിൽ ഇവിടെ നടന്ന പരിപാടികളിൽ മുഖ്യമന്ത്രിയെ കാണാനെത്തിയത്. ബഹ്റൈൻ സർക്കാരിന്റെ മോട്ടോർക്കേഡിന്റെ അകമ്പടിയോടെ പോകുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ വഴിയോരങ്ങളിലും ജനങ്ങൾ കാത്തുനിന്നു. ഇതാദ്യമായാണ് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിക്ക് പ്രവാസ ലോകത്ത് ഇത്ര ഉജ്ജ്വലമായ സ്വീകരണം ലഭിക്കുന്നത്. ഒരു രാഷ്ട്രതലവൻ നൽകുന്ന അതേ സ്വീകരണമാണ് ബഹ്റൈൻ ഭരണകൂടം മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയത്. ബഹ്റൈനിലെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി മലയാളികൾക്ക് വലിയ അംഗീകാരം കൂടിയായി ഇത്. അനിൽ തിരൂരിനും ക്യാമറമാൻ പ്രമോദ് തിരൂരിനുമൊപ്പം ബഹ്റൈനിൽ നിന്ന് T ജമാലുദ്ദീൻ. ബഹ്റിനിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിച്ചത് രാഷ്ട്രത്തലവന് ലഭിക്കുന്ന സ്വീകരണം. ക്രൗൺ പ്രിൻസ് ഒരുക്കിയ അത്താഴ വിരുന്നിൽ ശ്രദ്ധേയമായത് അരിവാൾ ചുറ്റിക ആലേഖനം ചെയ്ത കേക്ക്. ഇന്ത്യയോടും കേരളത്തോടുമുള്ള ആദരവ് വ്യക്തമാക്കി ഒരുക്കിയ ത്രിവർണ്ണമുള്ള കേക്കും കഥകളി ആലേഖനം ചെയ്ത കേക്കും ശ്രദ്ധേയമായി.
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബഹ്റിൻ സന്ദർശനം ചരിത്ര സംഭവമായപ്പോൾ ആദരിക്കപ്പെട്ടത് കേരളവും മലയാളികളുമാണ്. ഇതാദ്യമായാണ് ഇത്രയും മുതിർന്ന തലത്തിൽ കേരളവും ബഹ്റിനും തമ്മിൽ ആശയവിനിമയം നടക്കുന്നത്. രാജാവും പ്രധാനമന്ത്രിയും ക്രൗൺ പ്രിൻസും മുഖ്യമന്ത്രിയുമായും കേരള പ്രതിനിധി സംഘവുമായും പ്രത്യേകം ആശയവിനിമയം നടത്തി. ബഹ്റിൻ ചരിത്രത്തിൽ ഇത്രയും വിസ്തൃതമായ കൂടിക്കാഴ്ചകൾ മൂവരും നടത്തിയിട്ടില്ല. ബഹ്റിൻ ഭരണകൂടത്തിന്റെ സ്ഥാനക്രമത്തിൽ രാജാവിനും പ്രധാനമന്ത്രിക്കും തൊട്ടുനിൽക്കുന്ന സ്ഥാനമാണ് ക്രൗൺ പ്രിൻസിന്റേത്. സുപ്രധാന ഭരണ തീരുമാനമുണ്ടാക്കുന്ന ക്രൗൺ പ്രിൻസ് കോർട്ടിന്റെ അധിപനും ബഹ്റിൻ രാജാവിന്റെ പുത്രനുമായ ഷെയ്ഖ് ഖലീഫ ബിൻ സെയ്ദ് കേരള മുഖ്യമന്ത്രിക്കും പ്രതിനിധി സംഘത്തിനും സന്ദർശനത്തിന്റെ സമാപന ദിവസം വിരുന്നൊരുക്കി. മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ പ്രതിനിധി സംഘത്തെയും ആശ്ചര്യപ്പെടുത്തുന്ന ഊഷ്മളതയും സൌഹാർദ്ദവുമാണ് വിരുന്നിലുണ്ടായത്. പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും ആദരിച്ചുകൊണ്ട് അരിവാൾ ചുറ്റികയും ലാൽസലാമും ആലേഖനം ചെയ്ത കേക്കായിരുന്നു വിരുന്നിന്റെ മുഖ്യ ആകർഷണം. ഇന്ത്യയോടുള്ള ബഹ്റിൻ ആദരവ് വ്യക്തമാക്കുന്ന ത്രിവർണ്ണ നിറത്തിലുള്ള കേക്കും കഥകളി ചിത്രം ആലേഖനം ചെയ്ത കേക്കും സ്നേഹോഷ്മളതയുടെ ആഴവും പരപ്പും വ്യക്തമാക്കുന്നതായിരുന്നു. ബഹ്റിനിലെ മുതിർന്ന മന്ത്രിമാർ മുഖ്യമന്ത്രിക്കൊപ്പം കേക്കിനടുത്ത് നിന്ന് ഫോട്ടോയെടുത്തു. മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായ് സന്ദർശിച്ചപ്പോൾ അണികൾ മുദ്രാവാക്യം വിളിച്ചതിനെ വിമർശിച്ച് മാധ്യമ റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ ഈ സംഭവം ഏറെ ചർച്ച ചെയ്യപ്പെടുമെന്നുറപ്പാണ്. വിരുന്നിനിടെ ക്രൗൺ പ്രിൻസ് കോർട്ടിന്റെ അഡ്മിനിസ്ട്രേറ്റർ മുഖ്യമന്ത്രി ക്രൗൺ പ്രിൻസിന് സമർപ്പിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഉറപ്പു കൈമാറി. മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല, നളിനി നെറ്റോ, ജോൺ ബ്രിട്ടാസ്, എം.എ. യൂസഫ് അലി, രവി പിള്ള, വർഗീസ് കുര്യൻ, സോമൻ ബേബി, അഷ്റഫ് അലി തുടങ്ങിയവരും വിരുന്നിൽ പങ്കെടുത്തു. ബഹ്റിൻ സന്ദർശനവേളയിൽ ബഹ്റിൻ വാണിജ്യ വ്യവസായ മന്ത്രി സയ്യിദ് ആർ അൽ സയാനി മുഖ്യപ്രഭാഷണം നടത്തിയ ബഹ്റിൻ കേരള വ്യവസായ നിക്ഷേപക സമ്മേളനവും കൌതുകകരമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. കേരള വിദേശ വ്യവസായികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ ജോൺ ബ്രിട്ടാസ് ആയിരുന്നു മോഡറേറ്റർ. ബഹ്റിൻ വാണിജ്യ വ്യവസായ മന്ത്രിയുടെ മുതുമുത്തച്ഛന് ഇന്ത്യയുമായുള്ള ബന്ധം ജോൺ ബ്രിട്ടാസ് വിവരിച്ചത് മന്ത്രിയുടെ കണ്ണ് നനയിച്ചു. ബ്രിട്ടീഷുകാരാൽ നാട് കടത്തപ്പെട്ടയാളായിരുന്നു ബഹ്റിൻ മന്ത്രിയുടെ മുതുമുത്തച്ഛൻ. പ്രവാസവാസത്തിന് അദ്ദേഹം തെരഞ്ഞെടുത്തത് ബോംബെയായിരുന്നു. ബോംബെയിൽ വന്ന് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ കേസ് നടത്തി. അദ്ദേഹത്തിനായി കേസ് വാദിച്ചതാകട്ടെ സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അലി ജിന്നയും. കേസിൽ അദ്ദേഹം ജയിക്കുകയും ചെയ്തു. ചരിത്രത്തിൽ നിന്നുള്ള ഈയേട് ജോൺ ബ്രിട്ടാസ് അനുസ്മരിച്ചപ്പോൾ ബഹ്റിൻ മന്ത്രിയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, ദുബായ്. കൈരളി പീപ്പിൾ ടിവിയുടെ രണ്ടാമത് കതിർ അവാർഡുകളുടെ പ്രഖ്യാപനവും വിതരണവും ഇന്ന് നടക്കും. ആലപ്പുഴയിലെ റമദ ആലപ്പി ഹോട്ടലിൽ വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ വെച്ച് മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാനുമായ മമ്മൂട്ടി അവാർഡുകൾ വിതരണം ചെയ്യും. കേരളത്തിലെ മികച്ച കർഷകൻ, കർഷക, പരീക്ഷണാത്മക കർഷകൻ എന്നീ 3 വിഭാഗങ്ങളിലായാണ് കൈരളി പീപ്പിൾ ടിവി അവാർഡുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഔഷധി ചെയർമാനും കേരള കാർഷിക സർവകലാശാല മുൻ വിസിയുമായ ഡോക്ടർ കെ.ആർ. വിശ്വംഭരൻ, മലയാളം കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് ഡയറക്ടറും ഭൂമിഗീതം പരിപാടിയുടെ അവതാരകനുമായ പി.എ. സിദ്ധാർത്ഥ മേനോനും അടങ്ങിയ ജൂറിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തത്. വൈകിട്ട് 6 മണിക്ക് ആലപ്പുഴ റമദ ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിക്കും. തുടർന്ന് മലയാളത്തിൻ്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻ ചെയർമാനുമായ ഭരത് മമ്മൂട്ടി അവാർഡുകൾ വിതരണം ചെയ്യും. ആലപ്പുഴ സെന്റ് ജോസഫ്സ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഹരിത കേരളം നൃത്താവിഷ്കാരത്തോടെയാണ് അവാർഡ് ദാന ചടങ്ങുകൾ ആരംഭിക്കുന്നത്. സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. വാർത്തയിലേക്ക്. KSTA സംസ്ഥാന പ്രസിഡന്റായി KJ ഹരികുമാറിനെയും ജനറൽ സെക്രട്ടറിയായി KC ഹരികൃഷ്ണനെയും വയനാട് നടന്ന 26ാമത് സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തു. TV മദനമോഹനാണ് ട്രഷറർ. ഉണരുന്ന പൊതുവിദ്യാഭ്യാസം, മാറുന്ന കേരളം എന്ന മുദ്രാവാക്യവുമായി 3 ദിനങ്ങളിലായി നടന്നുവന്ന സമ്മേളനം ഇന്നലെ നടന്ന യാത്രയയപ്പ് സമ്മേളനത്തോടെയാണ് സമാപിച്ചത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ, KEN കുഞ്ഞഹമ്മദ് തുടങ്ങിയവർ സമ്മേളനത്തിന്റെ 3ാം ദിനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വിജയിപ്പിക്കാനുള്ള തീരുമാനവുമായാണ് KSTA സംസ്ഥാന സമ്മേളനം കൽപ്പറ്റയിൽ സമാപിച്ചത്.